അപ്പോൾ ഇത് ഒരു ചർച്ചയാണ്, സംവാദമാണ്, ഡിബേറ്റാണ്. അപ്പോൾ ഡിബേറ്റിൽ വ്യത്യസ്തമായ കക്ഷികൾ വ്യത്യസ്തമായ ഡിമാൻഡുകൾ വയ്ക്കുമെന്നേ സ്വാഭാവികം. ഇപ്പോൾ തന്നെ മമത ചോദിക്കുകയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ കേരളത്തിൽ CPM കോൺഗ്രസ് മത്സരമല്ലേ? എന്താ കാര്യം? ഇവിടെ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ലേ ഈ 10-35 വർഷം ഈ ബംഗാൾ ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കിയത്? എന്റെ ഇവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. അപ്പം അങ്ങനൊരു പാർട്ടിയുമായി സീറ്റ് ധാരണയിൽ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയുമോ? അവർ സഖ്യം 39 സീറ്റ് നേടിയ ബീഹാറിൽ ഇത്തവണ BJP-യുടെ സാധ്യത എന്താണ്? ഈ മൂന്ന് കൂട്ടരും, അതായത് JDU-യും RJD-യും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്താകും BJP-യുടെ അവസ്ഥ? ഇനി മേല ഇമാതിരി ഭദ്രാവതി കോമഡി അടിച്ചാണ്ടല്ലോ. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ SP-യും BSP-യും കൂടി നിന്നപ്പോൾ പുസ്തകത്തിലെ കണക്ക് പ്രകാരം ഞങ്ങൾക്ക് 10-25 സീറ്റേ കിട്ടാൻ പാടുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് 64 സീറ്റ് കിട്ടി. കടലാസിലെ കണക്കല്ല, പോളിംഗ് ബൂത്തിലെ കണക്ക്. തൃണമൂലില്ല, ഇപ്പോ തൃണമൂല് തെറ്റിപ്പോയിരിക്കുന്നു, ആം ആദ്മി പാർട്ടിയും തെറ്റിപ്പോയിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ശരിക്കും തന്നല്ലേ? ദുർബലമായിരിക്കുന്നു. ഇടതുപക്ഷം 64 പോയിട്ട് ഇപ്പോ വൻ അത്ഭുതം സംഭവിച്ചാൽ പോലും 20 എത്താനുള്ള സാധ്യത ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ബംഗാളിൽ തൃണമൂലിനെ രാജ്യത്ത് ഒരു തരത്തിലുള്ള നിബന്ധനയില്ലാതെ CPM പിന്തുണയ്ക്കണ്ടേ? അവർക്കാണല്ലോ അവിടെ BJP-യെ തോൽപ്പിക്കാനുള്ള സാധ്യത. ആരാണ് മമതാ ബാനർജി? മേശക്കടി കൂടി ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുക. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. മമതാ ബാനർജിക്ക് മരുമകനെ രക്ഷിക്കണം. ED-യുടെ കയ്യിലാണ് കേസുകൾ, കേന്ദ്രത്തിന്റെ കയ്യിലാണ്. അപ്പൊ അവര് തെരുവിൽ വെല്ലുവിളിക്കുന്നുണ്ടാവും. അതൊരു വ്യാജ യുദ്ധമാണ്. നിനക്കിതൊക്കെ എവിടുന്ന് കിട്ടി? മറിച്ച് ബംഗാൾ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് അവിടെ ഒരു പൊസിഷൻ ഉണ്ട്. ഞങ്ങൾ ആ പൊസിഷനിലാണ്. ആ പൊസിഷന്റെ ഭാഗമായിട്ട് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ റാലി കണ്ടില്ലേ? ഞങ്ങളാകെ ഒലിച്ചു പോയെങ്കിലും ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ അത്ര വലിയ റാലി നടക്കി. കോൺഗ്രസിന്റെ പ്രതിനിധി വേണ്ടാത്തൊരു വാക്ക് പറഞ്ഞു. എന്താണെന്നറിയാവോ? CPM-കാർ ഭരിച്ചങ്ങ് തകർത്തു. എവിടെ? ബംഗാള്. CPM-ന്റെ ഭരണം എന്ന് പറയുന്ന അഴിമതി ഭരണം അല്ലായിരുന്നു അവിടുത്തെ ആളുകൾ പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തെ കുറിച്ചാണ് ആളുകൾ മോശം പറയുന്നത്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ആ തൃണമൂൽ കോൺഗ്രസിന് എതിരായി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന BJP-ക്ക് പോകാതിരിക്കാൻ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അത് ബംഗാൾ ഞങ്ങളുടെ കരുത്താവും. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് CPM-ന്റെ വിശ്വാസം. ഇവിടെ ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കില്ല. നിങ്ങളുടെ ബ്രിഗേഡ് ഗ്രൗണ്ടിലെ പരേഡിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, വലിയ റാലിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് ഈ CPM-മാരാണെന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരെ വേദിക്ക് അടുത്തെങ്ങാനും കൊണ്ടുവന്ന ഞങ്ങളില്ലാന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഭീകരരാണെന്ന് അവർ പറയുന്നു. ഇമാതിരി കക്ഷികളെല്ലാം കൂടി ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ ഒരു ബദൽ ഭരണം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് തമാശയായിട്ട് തോന്നില്ലേ? ശരിക്കും ആക്കുകയാണോ? അതെ സാർ. ബംഗാളിൽ ഐക്യം കൊണ്ട് കാര്യമില്ല. കാരണം എന്താണ്? നരേന്ദ്രമോദി എപ്പം മാടി വിളിച്ചാലും ചാടിപ്പോവാൻ നിൽക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. സ്വാഭാവികമായും ബംഗാളിലെ മമതയെ വിശ്വസിച്ച് നമുക്ക് പ്രവർത്തിക്കാനാവില്ല. മുന്നണി ഉണ്ടായിരുന്നു പരസ്പരം. കേരളത്തിൽ കൊന്നുകൊണ്ടിരുന്ന നിങ്ങളും ജനസംഘവും ഒരു മുന്നണിയായില്ലേ? ബാക്കി എല്ലാ കക്ഷികളും പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചവരും പരസ്പരം കണ്ടാൽ നോക്കാത്തവരും ഒക്കെ ഒരു മുന്നണിയായില്ലേ? എന്തിനാ ഇന്ദിരാഗാന്ധി തോൽപ്പിക്കാൻ? 1977 ഉണ്ടായിട്ടുള്ള ഐക്യം ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BJP-യെ തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ അതില്ല. ഓരോരുത്തരും ഓരോ ഭാഷയിൽ ഓരോ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമും അതിനൊരു നേതാവ് ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ തോൽപ്പിക്കൽ നടക്കുള്ളൂ. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? ജനസംഘം ഇല്ലാതായി. ഭാരതീയ ജനസംഘം പിരിച്ചുവിട്ട് ജനതാ പാർട്ടി ഉണ്ടാക്കി. ഞങ്ങൾ ജനതാ പാർട്ടിയായിട്ട് സഖ്യം ചേർന്നു. അത് ജനസംഘമായിട്ടല്ല, ജനതാ പാർട്ടി. ജനസംഘം സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ജനതാ പാർട്ടി ചേർന്നില്ല. ഇപ്പൊ അനിൽകുമാർ ഞങ്ങൾ മദ്യം കുടിക്കാറില്ല, പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന പോലത്തെ നിലപാടാണത്. ജനസംഘക്കാരൊക്കെ ജനതാ പാർട്ടി ചേർന്നില്ലേ? ഒരു സംശയം വേണ്ട, മോദിയുടെ അവസാനത്തെ ഭരണമാണ്. BJP-ക്ക് ഇനി മുന്നോട്ട് പോകാനാവില്ല. ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ കബളിപ്പിക്കാൻ പറ്റുമെന്ന്, അതിനപ്പുറം ഒന്നും കബളിപ്പിക്കാൻ പറ്റില്ല ഇന്ത്യൻ ജനതയെ. അത്രയധികം മണ്ടന്മാരൊന്നും അല്ല ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് ഈ 2024 BJP സംഘപരിവാർ ശക്തികളെ ബോധ്യപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, ഞങ്ങള് കാല് നീട്ടിയിരുന്ന് എന്താ പറയാ, മറ്റേ പത്തായത്തിൽ നെല്ലുണ്ട്,
പിന്നെ അത് ചക്കി കുത്തിത്തരും, അമ്മ വെച്ച് തരും, ഞാനതിരുന്ന് ഉണ്ണും എന്ന് പറഞ്ഞതുപോലെയല്ല. ഞങ്ങൾ രാവ് പകലാക്കുന്നവരാണ്, ചോര നീരാക്കുന്നവരാണ്. ഞങ്ങൾ എന്താ പറയുക, ഓരോ തെരഞ്ഞെടുപ്പിനെയും അതിൻ്റെ ഗൗരവത്തിൽ കണ്ട് മൈക്രോ മാനേജ്മെൻറ്റും മാക്രോ മാനേജ്മെൻറ്റും നടത്തുന്നവരാണ്. ഞങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന തലയെടുപ്പുള്ളൊരു നേതാവുണ്ട്. ഞങ്ങൾക്ക് അമിത്ഷാ എന്ന് പറയുന്ന തന്ത്രങ്ങൾ മെനയാൻ ശേഷിയുള്ള ഒരു എന്താ പറയുക, ഒരു മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ എന്താ പറയുക, എല്ലാം ആകാശത്ത് നിന്ന് താഴോട്ട് പൊട്ടി വീഴുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നവരല്ല. താൻ പേടിക്കാതിരിക്കാൻ ഞാനില്ലേ? അതാണ് എന്റെ പേടി. മകൾ